നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളാൽ സംഘർഷഭരിതമായ പാകിസ്ഥാനിൽ ഭരണമാറ്റമോ ഭരണഘടനാ മാറ്റമോ ആസന്നമെന്ന് സൂചന. പാർലമെന്ററി സംവിധാനത്തിൽ നിന്ന് സായുധ സേനയ്ക്ക് വലിയ അധികാരമുള്ള പ്രസിഡൻഷ്യൽ മാതൃകയിലേക്ക് പാകിസ്ഥാൻ മാറാനുള്ള സാധ്യതയെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ സർവാധികാരവും കൈപ്പിടിയിലൊതുക്കാൻ സൈനിക പരമാധികാരി അസിം മുനീർ കരുക്കൾ നീക്കുന്നതിനിടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. കര, നാവിക, വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡിന്റെ തലവനായി അസിം മുനീറിനെ നിയമിച്ചുകൊണ്ട് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി നിയമം പാസാക്കി. സർവാധികാരിയായി മാറിയ അസിം മുനീറിന്റെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് പാക് ജനതയും അയൽരാജ്യങ്ങളും. പാകിസ്ഥാന്റെ രാഷ്ട്രീയ അധികാര ഘടനയിൽ സമീപഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന് സൂചന. ഭരണകാര്യങ്ങളിൽ സായുധ സേനയ്ക്ക് വിപുലമായ പങ്ക് ഉറപ്പിക്കുന്ന ദേശീയ പദ്ധതിയാണ് സൈനിക നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ പാർലമെന്ററി സംവിധാനത്തിൽ നിന്ന് പ്രസിഡൻഷ്യൽ മാതൃകയിലേക്ക് മാറാനുള്ള സാധ്യത ഏറി വരുന്നതായും സൂചനകളുണ്ട്. തുർക്കിയിലെയും ഈജിപ്തിലെയും ഭരണരീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മാറ്റത്തിനായുള്ള അണിയറ നീക്കം നടത്തുന്നത്. തുർക്കിയിൽ രജബ് തയ്യിബ് ഉർദുഗാനും ഈജിപ്തിൽ അബ്ദുൽ ഫത്താഹ് എൽ-സിസിയും വലിയ തോതിൽ ഭരണനിർവഹണ രാഷ്ട്രീയ അധികാരങ്ങൾ കൈയാളുന്നവരാണ്. കൂടുതൽ ശക്തമായ അധികാരമുള്ള പ്രസിഡന്റ് പദവി വേഗത്തിലുള്ള തീരുമാനങ്ങൾക്കും നയരൂപീകരണത്തിൽ മികച്ച തുടർച്ച ഉറപ്പാക്കുന്നതിനും സഹായിക്കുമെന്നാണ് പാക് സൈനിക മേധാവിയായ അസിം മുനീറിന്റെ കണക്കുകൂട്ടൽ. ഭരണകൂടമെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ സൈന്യത്തെയും ഒരു തുല്യ പങ്കാളിയാക്കുക എന്ന നിർദ്ദേശമാണ് ഏറ്റവും ശ്രദ്ധേയം. പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും സൈന്യം ചരിത്രപരമായി തന്നെ വലിയ സ്വാധീനം ചെലുത്തിവരുന്നുണ്ട്. സാമ്പത്തിക അസ്ഥിരത, ഉയർന്ന കടബാധ്യത, രാഷ്ട്രീയ ധ്രുവീകരണം, തുടർച്ചയായി അധികാരത്തിലെത്തിയ സിവിലിയൻ സർക്കാരുകളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ പാകിസ്ഥാനെ അലട്ടുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഷെരീഫ്, ഭൂട്ടോ, സർദാരി തുടങ്ങിയ പ്രബല കുടുംബങ്ങളിൽ മാത്രമാണ് പാക് രാഷ്ട്രീയ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഭരണപരാജയങ്ങൾക്കും അഴിമതിക്കും കാരണമായെന്ന് സൈനിക നേതൃത്വം വിശ്വസിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തിന്റെ സർവാധികാരവും കൈപ്പിടിയിലൊതുക്കാൻ അസിം മുനീർ കരുക്കൾ നീക്കുന്നതിനിടെ പാകിസ്ഥാന്റെ കര, നാവിക, വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡിന്റെ തലവനായി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് അഥവാ CDF പദവി വഹിക്കുന്ന സൈനിക മേധാവിയായി അസിം മുനീറിനെ നിയമിച്ചുകൊണ്ട് പാകിസ്ഥാൻ പുതിയ സൈനിക നിയമം പാസാക്കി. ഇതോടെ രാജ്യത്തെ സായുധ സേനകളുടെ മേൽ അസിം മുനീറിന് പൂർണ്ണമായ പരമാധികാരം ലഭിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ ഡിഫൻസ് ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026, നാഷണൽ കമാൻഡ് അതോറിറ്റി ആക്ട് 2010 എന്നിവയിലെ ഭേദഗതികളിലൂടെയാണ് പുതിയ സൈനിക ഘടനയ്ക്ക് നിയമപരമായ സാധുത നൽകിയത്. CDF പദവിക്ക് ഔദ്യോഗിക അംഗീകാരമായതോടെ രാജ്യത്തെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സ്ഥാനത്തേക്ക് അസിം മുനീർ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സായുധ സേനയിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് വിരമിപ്പിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം ഇനി അസിം മുനീറിനാണ്. സേനാ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് രാജിവെപ്പിക്കാനും രാജിക്കത്ത് സ്വീകരിക്കാനും നിരസിക്കാനും സർവീസിൽ നിലനിർത്താനുമുള്ള പൂർണ്ണ അധികാരം അസിം മുനീറിനായിരിക്കും. കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധിയിൽ മാറ്റം വരുത്താനും ഇദ്ദേഹത്തിന് അധികാരമുണ്ട്. കര, നാവിക, വ്യോമസേനകളെ കൂടുതൽ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും സായുധ സേനയുടെ സുപ്രധാന ഓപ്പറേഷനുകൾ നിയന്ത്രിക്കാനുമുള്ള ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് കീഴിലായിരിക്കും. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സൈനിക ഉപദേശകനായി ഇനി മുതൽ അസിം മുനീർ പ്രവർത്തിക്കും. പുതുതായി രൂപീകരിക്കുന്ന പ്രതിരോധ സേനാ ആസ്ഥാനം മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാസാക്കിയ 27ാം ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ നിയമനിർമ്മാണം. നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന പദവിക്ക് പകരമാണ് സേനാ മേധാവിക്ക് തന്നെ പൂർണ്ണ ചുമതലയുള്ള ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ തസ്തിക നിലവിൽ വന്നത്. അണ്വായുധങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന വിഭാഗത്തിന്റെ ഏകോപനത്തിനായി
കമാൻഡർ ഓഫ് ദ നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് എന്ന പുതിയ 4-സ്റ്റാർ തസ്തികയും രൂപീകരിച്ചിട്ടുണ്ട്. ജനറൽ സയ്യിദ് ആമിർ റാസയെ കഴിഞ്ഞ മാസം ഈ പദവിയിലേക്ക് നിയമിച്ചിരുന്നു. പുതിയ സൈനിക ഘടന നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. അതിനിടെ പാകിസ്ഥാൻ സൈന്യം സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി എന്ന ആരോപണവും ഉയർന്നിരിക്കുകയാണ്. പാക് സൈന്യം ബലൂചിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ച ഗിദാൻ ഗോന്ധൻ പ്രദേശത്താണ് പാക് വ്യോമസേന മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പോരാട്ട നേതാവ് മിർ-യാർ ബലൂച്ച് ആരോപിച്ചു. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. പാക് വ്യോമസേന പ്രയോഗിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും എക്സിൽ മിർ-യാർ ബലൂച്ച് പോസ്റ്റ് ചെയ്തു. സംഭവം രാജ്യാന്തര കോടതിയിൽ പരാതിയായി എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ മിസൈൽ ആക്രമണത്തെ ബോംബ് സ്ഫോടനം എന്ന രീതിയിലാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം നൽകിയതെന്നും രാജ്യാന്തര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീക്കമെന്നും മിർ-യാർ പ്രതികരിച്ചു. പാകിസ്ഥാൻ ഭീകരതയുടെ നിഷേധിക്കാനാവാത്ത തെളിവുകളാണ് തങ്ങൾ ലോകത്തിനു മുന്നിൽ വച്ചതെന്നും ബലൂച്ച് നേതാക്കൾ ആരോപിച്ചു. അതേസമയം മിസൈൽ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ പാക് സൈന്യം തള്ളി. സ്ഫോടക വസ്തുക്കളുമായി ബലൂച്ച് ഭീകരർ സഞ്ചരിച്ച വാഹനം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തെയാണ് വ്യോമാക്രമണമായി ചിത്രീകരിച്ചതെന്നും പാക് സൈന്യം ന്യായീകരിച്ചു.